ബലൂചിസ്ഥാന് പിന്നാലെ പാകിസ്ഥാനിൽ മറ്റൊരു വിഭാഗം കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. സിന്ധികൾ. സിന്ധുദേശ് എന്ന ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് JSMM എന്ന സംഘടന വലിയ റാലികൾ സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞിടെ അങ്ങനെ ഒരു വലിയ റാലി നടന്നു. സിന്ധുദേശ് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ജയ സിന്ധ് മുത്തിഹിദ മഹസ് എന്ന JSMM ആണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അവരുടെ മുദ്രാവാക്യം ഇങ്ങനെയാണ്: നഖാപ്പേ നഖാപ്പേ പാകിസ്ഥാൻ, പോരാ പോരാ പാകിസ്ഥാൻ, മുഞ്ചോ ദേശ് സിന്ധുദേശ്, ഞങ്ങളുടെ രാജ്യം സിന്ധുദേശമാണ്. മുഞ്ചോ റഹ്ബാർ GM സയ്യിദ്, ഞങ്ങളുടെ നേതാവ് GM സയ്യിദാണ്. GM സയ്യിദ് തങ്ങളുടെ നേതാവാണ് എന്ന് അവർ വികാരഭരിതരായി വിളിച്ചു പറയുന്നു. സിന്ധുദേശം അവരുടെ രാജ്യമാണ് എന്ന് അവർ വികാരഭരിതരായി വിളിച്ചു പറയുന്നു. സിന്ധുദേശിൻ്റെ വിമോചനം സാധ്യമാണ് എന്നവർ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അത് നേടിയെടുക്കും എന്ന് അവർ പ്രതിജ്ഞ ചെയ്യുന്നു. അത് ചരിത്രത്തോടുള്ള ഒരു പ്രതിജ്ഞയാണ് എന്ന് പറയുന്നത് അവരുടെ നേതാവ് ഷാഫി ബർഫത്താണ്. കഴിഞ്ഞിടെ GM സയ്യിദിൻ്റെ ജന്മവാർഷിക ദിന ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി വലിയ റാലികൾ നടന്നിരുന്നു. GM സയ്യിദാണ് സിന്ധുദേശ് എന്ന ഒരു ആശയം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ജയ് സിന്ധ് മഹാസ് എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. പിന്നീട് JSM പല വിഭാഗങ്ങളായി പിരിഞ്ഞു. അതിൽ പ്രധാനമായുള്ളത് ഇപ്പോൾ 2 സംഘടനകളാണ്. അതിൽ ഒന്ന് JSQM-ഉം മറ്റൊന്ന് JSMM-ഉമാണ്. അതിനുശേഷം അവർ ഇപ്പോഴും പ്രവർത്തനം തുടരുകയാണ്. ഈ അടുത്ത് ഈ GM സയ്യിദിൻ്റെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ചും അവർ ചില പരിപാടികൾ നടത്തി. സിന്ധി ദേശീയത അവർ എടുത്ത് പറയുകയാണ്. അത് ഒരു വംശീയ ഭാഷാ വിഭാഗമാണെന്നും അവർക്ക് ഒരു പ്രത്യേക രാജ്യം വേണമെന്നും അവർ അടിവരയിട്ട് പറയുന്നു. 1972 ജയ് സിന്ധ് മഹാസ് സ്ഥാപിക്കുന്നത്. സിന്ധികൾക്ക് ഒരു പ്രത്യേക മാതൃരാജ്യം സിന്ധുദേശ് എന്ന ആശയം അവർ അവതരിപ്പിക്കുന്നതും അപ്പോഴാണ്. സിന്ധി ദേശീയതയുടെ കാരണക്കാരൻ GM സയ്യിദാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. സിന്ധുദേശിന് ഒരു പ്രത്യേക ഗാനമൊക്കെയുണ്ട്. ജി ധർത്തി തോധോ എന്ന് തുടങ്ങുന്ന ആ ഗാനം അവരുടെ ദേശീയ ഗാനമാണ്. സിന്ധി ദേശീയവാദികളുടെ ആ ഗാനം അവർ പല ഘട്ടങ്ങളിലും വലിയ ശബ്ദത്തിൽ പാടുകയും ചെയ്യുന്നു. സിന്ധി കവി ഷെയ്ഖ് അയാസാണ് അങ്ങനെയൊരു ഗാനം ചിട്ടപ്പെടുത്തുന്നത്. പാകിസ്ഥാനിലെ 55% സിന്ധികൾക്ക് ആദ്യം ഇങ്ങനെയൊരു രാജ്യം വേണമെന്ന ആവശ്യത്തോട് യോജിപ്പില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊരു രാജ്യം വേണം എന്ന് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്കിന്ന് പറയാൻ കഴിയും. അപ്പോൾ പുതിയൊരു രാജ്യം വേണം എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. അതിന് കാരണം ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരുടെ ഒരു പെരുമാറ്റമാണ്. വലിയ മേൽക്കോയ്മയാണ് ഈ പഞ്ചാബികൾക്ക് അവിടെ ഉള്ളത് എന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ സിന്ധുദേശ് എന്ന ഒരു രാജ്യം ആവശ്യമാണെന്നും തങ്ങളുടെ സ്വാതന്ത്ര്യം അതുവഴി മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നും അവർ വിശ്വസിക്കുന്നു. സിന്ധുദേശ് ലിബറേഷൻ ആർമിക്ക് 2010 അവർ രൂപം നൽകി. പാകിസ്ഥാനിലെ ഹൈദരാബാദിനടുത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ ബോംബ് സ്ഫോടനം നടന്നു. അതിനെ തുടർന്നാണ് ഈ സംഘടനയെപ്പറ്റി ലോകം അറിയുന്നത്. അങ്ങനെയാണ് സിന്ധുദേശ് ലിബറേഷൻ ആർമി പരസ്യമായി ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 2012 ഒക്ടോബർ ആകുമ്പോഴേക്കും പാകിസ്ഥാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു. സിന്ധുദേശ് ലിബറേഷൻ ആർമിയെ ഒരു തീവ്രവാദ സംഘടനയായി മുദ്രകുത്തി അങ്ങനെ പ്രഖ്യാപിച്ച് നടപടികൾ ആരംഭിച്ചു. സിന്ധിലെ ദേശീയ സാംസ്കാരിക ദിനം കഴിഞ്ഞ ഡിസംബറിലാണ് ഉണ്ടായത്. അന്ന് ഈ JSMM ചെയർമാൻ ഷാഫി ബർക്കത്ത് ഒരു കാര്യം വ്യക്തമാക്കി. ഈ ആഘോഷങ്ങൾ സാംസ്കാരിക പരമ്പരകളുടെ ഒരു പ്രകടനം മാത്രമല്ല എന്നവർ പറയുന്നു, മറിച്ച് അവരുടെ സത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും സത്തയാണ് എന്നവർ പറയുന്നു. അടിമയായ ഒരു രാഷ്ട്രത്തിന് സംസ്കാരത്തിന് സ്വാതന്ത്ര്യമില്ലാതെ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. അതുകൊണ്ട് സാംസ്കാരിക പൈതൃകവും സത്വവും സംരക്ഷിക്കുന്നതിന് സിന്ധുദേശിൻ്റെ സ്വാതന്ത്ര്യം നിർണായകമാണ് എന്നവർ എടുത്തു പറയുന്നു. സിന്ധുദേശിൻ്റെ വിമോചനത്തിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ സാംസ്കാരിക അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഷാഫി ബർഫത്ത് അടിവരയിട്ട് പറയുന്നത്. സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടി പോരാടുന്നവരുടെ വക്താവ് ബലൂച്ച് ഖാൻ കഴിഞ്ഞിടെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒരു ഉന്നതതല യോഗം നടന്നു. അതിൽ ബലോച്ച് ലിബറേഷൻ ആർമിയുടെ അംഗങ്ങൾ പങ്കെടുത്തു.
ബലോച്ച് റിപ്പബ്ലിക്കൻ ഗാർഡ്സിലെ അംഗങ്ങളും പങ്കെടുത്തു. ആ യോഗത്തിൽ സിന്ധുദേശിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. സിന്ധുദേശ് റവല്യൂഷണറി ആർമിയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ സിന്ധുദേശ് ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭ അതുപോലുള്ള അന്താരാഷ്ട്ര സമൂഹവും അവരുടെ രാഷ്ട്രത്തെ അംഗീകരിക്കണം. അന്താരാഷ്ട്ര നിയമപ്രകാരം അവരെ പരിഗണിക്കണമെന്ന് ബർഫത്തും പറയുന്നു. സിന്ധിൻ്റെ ഭൂമി, അവിടുത്തെ വിഭവങ്ങൾ, ജലം ഇതെല്ലാം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ അവിടെ ഒരു റഫറൻഡം നടത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് അവിടെ ജനഹിത പരിശോധന നടത്തണം എന്നാണ് അവരുടെ ഡിമാൻഡ്. സിന്ധിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് നീതിയുടെ പ്രശ്നമാണ്, ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ്, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് ബർഫത്ത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വിഘടനവാദികളെ തള്ളിവിട്ട് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുമ്പോൾ സ്വന്തം രാജ്യം ഛിന്നഭിന്നമായി പോകുന്നു എന്ന യാഥാർത്ഥ്യം കൂടി അവർ തിരിച്ചറിയേണ്ടതുണ്ട്.